നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി 77,961 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. കേരളത്തിന് 1,404 കോടിയിൽപ്പരം രൂപ ലഭിക്കും. അമൃതകാലത്ത് രാജ്യത്തിന് സ്വന്തമായി ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്ന് ISRO ചെയർമാൻ എസ് സോമനാഥ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ പ്രളയബാധിതർക്ക് ദുരിതാശ്വാസ സഹായമെത്തിക്കാൻ തിരുവനന്തപുരത്തും കൊച്ചിയിലും കളക്ഷൻ സെന്ററുകൾ ആരംഭിച്ചു. ശബരിമല അയ്യപ്പനുമായി രഥഘോഷയാത്ര അല്പസമയത്തിനകം പുറപ്പെടും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 157 റൺസ് ലീഡ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി 77,961 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. വരാനിരിക്കുന്ന ആഘോഷങ്ങളും പുതുവർഷവും കണക്കിലെടുത്താണ് തുക നൽകുന്നത്. കേരളത്തിന് ഈ ഇനത്തിൽ 1,404 കോടി 50 ലക്ഷം രൂപ ലഭിക്കും. ഏറ്റവും ഉയർന്ന തുകയായ 13,000 കോടി രൂപ ഉത്തർപ്രദേശിനാണ്. മധ്യപ്രദേശിന് 5,727 കോടി രൂപയും പശ്ചിമ രൂപയുമാണ് വിഹിതം. അടുത്ത വർഷം ജനുവരി 10-ന് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നികുതി വിഭജന ഗഡുവിന് പുറമെയാണ് ഈ അധിക ഗഡു ധനമന്ത്രാലയം അനുവദിച്ചത്. അമൃതകാലത്ത് രാജ്യത്തിന് സ്വന്തമായി ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്ന് ISRO ചെയർമാൻ എസ് സോമനാഥ് അറിയിച്ചു. അഹമ്മദാബാദിൽ വിജ്ഞാൻ ഭാരതിയുടെയും ഗുജറാത്ത് ഗവൺമെന്റിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യുവ ശാസ്ത്രജ്ഞരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സഞ്ചാരികൾ അടുത്ത 25 വർഷത്തിനകം ചന്ദ്രനിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ അദ്ദേഹം യുവ ശാസ്ത്രജ്ഞർ അവരുടെ അറിവും സാധ്യതയും വികസിത ഇന്ത്യയ്ക്കായി സംഭാവന ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. നാളെ സമാപിക്കുന്ന 4 ദിവസത്തെ സമ്മേളനത്തിൽ രാജ്യത്തെ മുതിർന്ന ശാസ്ത്രജ്ഞർ, വിദ്യാർത്ഥികൾ, ഗവേഷകർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി തന്ത്രം ആവിഷ്കരിക്കാനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ BJPയുടെ പ്രവർത്തനം വിലയിരുത്താനും ദേശീയ ഭാരവാഹികളുടെ 2 ദിവസത്തെ യോഗം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ആരംഭിച്ചു. സംഘടനാ വിഷയങ്ങൾ, വികസിത് ഭാരത് സങ്കല്പ് യാത്ര എന്നിവ യോഗം വിലയിരുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP സംസ്ഥാന പ്രസിഡന്റുമാർ, സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിമാർ 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും മന്ത്രിമാരുടെ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. വട്ടിയൂർക്കാവിലാണ് വൈകിട്ട് തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ ആദ്യ നവകേരള സദസ്സ്. കോവളം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ പരിപാടി. നവംബർ 18-ന് ആരംഭിച്ച നവകേരള സദസ്സ് ഇതിനകം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ 136 മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് ജനുവരി 1, 2 തീയതികളിൽ നടത്തും. 1-ന് തൃക്കാക്കര, പിറവം മണ്ഡലങ്ങളിലും 2-ന് തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലുമായിരിക്കും മന്ത്രിസഭയുടെ പര്യടനം. നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചു. കേസ് പിൻവലിച്ച് തെറ്റുതിരുത്താൻ പോലീസ് തയ്യാറാകണമെന്നും ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും KUWJ സംസ്ഥാന പ്രസിഡന്റ് MB വിനീതയും ജനറൽ സെക്രട്ടറി R കിരൺ ബാബുവും ആവശ്യപ്പെട്ടു. പത്രപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്ത സംഭവം കേരളത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതിന് തെളിവാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ചാനൽ ലേഖികയുടെ പേരിൽ കേസെടുത്ത നടപടി മാധ്യമപ്രവർത്തനത്തിനെതിരായ കടന്നുകയറ്റമാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരനും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. യാത്ര ഇന്ന് പാലക്കാട് നഗരസഭയിൽ പര്യടനം നടത്തും. ചൊവ്വാഴ്ചയാണ് കണ്ണൂർ ജില്ലയിലെ ശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ പര്യടനം. ഡെസ്ക് റിപ്പോർട്ട്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട, ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തുകളിലും കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, തലപ്പലം പഞ്ചായത്തുകളിലും ഇന്നലെ യാത്രയെത്തി. പാലക്കാട് ജില്ലയിൽ ഷൊർണൂരിലും പട്ടാമ്പിയിലുമായിരുന്നു ഇന്നലത്തെ പര്യടനം. കോഴിക്കോട് ജില്ലയിൽ ചെങ്ങോട്ടുകാവിലും മലപ്പുറം ജില്ലയിൽ കുറുവ, മങ്കട ഗ്രാമപഞ്ചായത്തുകളിലും യാത്രയ്ക്ക് ഇന്നലെ സ്വീകരണം നൽകി. ഇടുക്കി ജില്ലയിൽ ദേവികുളത്തും കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ് നഗരസഭകളിലും കൂടാളി, കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിലും ഇന്നലെ പര്യടനം നടന്നു. വയനാട് ജില്ലയിൽ തോണിച്ചൽ പഞ്ചായത്തിലും എറണാകുളത്ത് പാണ്ടപ്പിള്ളി, മാറാടി ഗ്രാമപഞ്ചായത്തുകളിലുമായിരുന്നു ഇന്നലെ പര്യടനം. കൊച്ചിയിലെ നഗരപര്യടനം MG റോഡ്, CMFRI, ഹൈക്കോർട്ട്
വാട്ട മെട്രോ എന്നിവിടങ്ങളിൽ ഇന്നലെ നടന്നു. തൃശൂർ ജില്ലയിൽ മുളങ്കുന്നത്തുകാവ്, തോളൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര എത്തിച്ചേർന്നത്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ബ്ലോക്കിലെ ചെട്ടികുളങ്ങര, തെക്കേക്കര ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തമിഴ്നാട്ടിലെ പ്രളയബാധിതർക്ക് ദുരിതാശ്വാസ സഹായം എത്തിക്കാൻ തിരുവനന്തപുരത്ത് കളക്ഷൻ സെന്ററുകൾ ആരംഭിച്ചു. അരിയും മറ്റ് അവശ്യ സാധനങ്ങളും ഉൾപ്പെടെ 22 ഇനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന കിറ്റുകൾ ഓരോ കുടുംബത്തിനും നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കാര്യാലയം, തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് എന്നിവയാണ് കളക്ഷൻ സെന്ററുകൾ. കൊച്ചി കടവന്തറ റീജിയണൽ സ്പോർട്സ് സെന്ററിലും കളക്ഷൻ ഉണ്ടാകും. ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ MG രാജമാണിക്യത്തെ നിയോഗിച്ചു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസിന്റെയും CPIM പ്രവർത്തകരുടെയും ആക്രമണത്തിൽ പ്രതിഷേധിച്ച് KPCCയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തും. തിരുവനന്തപുരത്ത് KPCC പ്രസിഡന്റ് K സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, MPമാർ, MLAമാർ തുടങ്ങിയവർ പങ്കെടുക്കും. മണ്ഡല പൂജാവേളയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്കിയുമായി രഥഘോഷയാത്ര അല്പസമയത്തിനകം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ഘോഷയാത്ര ഡിസംബർ 26 വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് സന്നിധാനത്തെത്തും. ഇന്ന് രാത്രി ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ യാത്രാസംഘം വിശ്രമിക്കും. അവിടെ നിന്ന് നാളെ രാവിലെ 8-ന് യാത്ര പുനരാരംഭിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 157 റൺസിന്റെ ലീഡ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 376 റൺസ് എടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സ് 219 റൺസിന് അവസാനിച്ചിരുന്നു. ISL ഫുട്ബോളിൽ ഇന്നലെ കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ ഒഡീഷ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. പോയിന്റ് പട്ടികയിൽ 18 പോയിന്റുമായി ഒഡീഷ 5ാം സ്ഥാനത്തും 11 പോയിന്റുമായി ഈസ്റ്റ് ബംഗാൾ 7ാം സ്ഥാനത്തുമാണ്. ഇന്ന് മോഹൻ ബഗാൻ FC ഗോവയെ നേരിടും. രാത്രി 8-ന് കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രൊഫസർ ഇ സത്യനാഥ് സ്മാരക അഖില കേരള ഇന്റർ കൊളീജിയറ്റ് ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിൽ പുരുഷ വിഭാഗത്തിൽ SB കോളേജ് ചങ്ങനാശ്ശേരിയും വനിതാ വിഭാഗത്തിൽ കേരള പോലീസും ചാമ്പ്യന്മാരായി. SB കോളേജ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിനെയും കേരള പോലീസ് മഹാത്മാഗാന്ധി സർവകലാശാലയും തോൽപ്പിച്ചാണ് ചാമ്പ്യന്മാരായത്. കോഴിക്കോട് ബീച്ചിൽ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പുരുഷ വിഭാഗം സെബക് താക്രോ മത്സരത്തിൽ തൃശൂർ ചാമ്പ്യന്മാരായി. കോഴിക്കോടിനെയാണ് അവർ തോൽപ്പിച്ചത്. വനിതാ വിഭാഗത്തിൽ കോഴിക്കോടിനെ തോൽപ്പിച്ച് കാസർകോട് ജേതാക്കളായി. ഗവൺമെന്റ് സേവനങ്ങൾ പരിമിതപ്പെടുത്തുന്ന നീക്കം ചെറുക്കുമെന്ന് UDF കൺവീനർ MM ഹസൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സെറ്റോ കാസർകോട് നിന്ന് ആരംഭിച്ച അതിജീവിത യാത്രയുടെ സമാപനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അങ്കണവാടി കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗത്തിൽ താൽപര്യമുണ്ടാക്കാൻ അങ്കണവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. കണ്ണൂർ കതിരൂരിൽ ആരംഭിച്ച ആദ്യ സ്മാർട്ട് അങ്കണവാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. ക്രിസ്മസും പുതുവത്സരവും പ്രമാണിച്ച് മലബാർ മിൽമയും മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും ചേർന്ന് കോഴിക്കോട്ട് കേക്ക് എക്സ്പോ 2023 തുടങ്ങി. മിൽമ ചെയർമാൻ KS മണി ഉദ്ഘാടനം ചെയ്തു. എക്സ്പോ ഡിസംബർ 31 വരെ തുടരും. കോഴിക്കോട് ഇരിങ്ങൽ സർഗാലയ അന്താരാഷ്ട്ര കലാ കരകൌശല മേളയുടെ 11ാം പതിപ്പിന് ക്രാഫ്റ്റ് വില്ലേജിൽ തുടക്കമായി. ജനുവരി 8 വരെ നീളുന്ന മേളയിൽ പങ്കാളിത്ത രാജ്യം ശ്രീലങ്കയാണ്. റഷ്യ, ടുണീഷ്യ, ഈജിപ്ത് തുടങ്ങി 11 വിദേശ രാജ്യങ്ങളിലെ കരകൌശല വിദഗ്ധരും വിവിധ സംസ്ഥാനങ്ങളിലെ 400-ൽ പരം കലാകാരന്മാരും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. വിധവാ പെൻഷൻ ലഭിക്കാത്തതിനെതിരെ ഇടുക്കി അടിമാലി സ്വദേശി മറയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന ഗവൺമെന്റ് വാദം ഹൈക്കോടതിയുടെ വിമർശനത്തെ തുടർന്ന് ഗവൺമെന്റ് പിൻവലിച്ചു. പരാതിക്കാരിയെ താഴ്ത്തി കാണിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർജി ഹൈക്കോടതി ജനുവരി 4-ന് വീണ്ടും പരിഗണിക്കും. കൺസ്യൂമർ ഫെഡിന്റെ കോഴിക്കോട്ടെ ക്രിസ്മസ് പുതുവത്സര സഹകരണ വിപണി ഇന്ന് മുതലക്കുളത്ത് പ്രവർത്തനം ആരംഭിക്കും. 13 ഇനം സാധനങ്ങൾ സബ്സിഡിയോടെ പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിൽ സഹകരണ വിപണിയിൽ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി 72,961 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. കേരളത്തിന് 1,404 കോടിയിൽപ്പരം രൂപ ലഭിക്കും. അമൃതകാലത്ത് രാജ്യത്തിന് സ്വന്തമായി ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്ന് ISRO ചെയർമാൻ S സോമനാഥ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ പ്രളയബാധിതർക്ക് ദുരിതാശ്വാസ സഹായം എത്തിക്കാൻ തിരുവനന്തപുരത്തും കൊച്ചിയിലും കളക്ഷൻ സെന്ററുകൾ ആരംഭിച്ചു. ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്കിയുമായി രഥഘോഷയാത്ര അല്പസമയത്തിനകം പുറപ്പെടും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 157 റൺസ് ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.